നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണ UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് തകർത്ത് തരിപ്പണമാക്കുമ്പോൾ റോബർട്ട് ലെവൻഡോസ്കി ഇരട്ട ഗോളുകൾ, റാഫീഞ്ഞയും അതുപോലെ യമാലും ഗോളടിക്കുന്നു. റാഫീഞ്ഞയുടെ ഇരട്ട അസിസ്റ്റ്. അങ്ങനെ സൂപ്പർ താരങ്ങൾ പൊളിച്ചടുക്കിയൊരു രാത്രിയാണ് കടന്നുപോയത്. ഇപ്പോൾ ഈ സീസണിലെ പ്രകടനം വെച്ച് MSN പോലൊരു ത്രയമായി മാറിയിരിക്കുന്നു യമാലും റാഫീഞ്ഞയും ലെവൻഡോസ്കിയും ചേർന്ന ഈ ത്രയം എന്ന് ഫുട്ബോൾ പ്രേമികൾ വിധി എഴുതുന്നു. ഫുട്ബോൾ പ്രേമികൾ മാത്രമല്ലെന്നേ, ആരടാ മെസ്സി, നെയ്മർ, സുവാരസ് എന്നിവരെ ഈ 3 പേരെ കൊണ്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നുവോ എന്ന് ചോദിക്കാൻ ആളുകൾ പോയിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ അത് കാണാം. പക്ഷേ നിനക്കൊക്കെ ഫുട്ബോൾ അറിയുമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇത് പറഞ്ഞത് ആരാണെന്ന് കൂടി നിങ്ങൾ ഒന്നറിയുക. ബാഴ്സലോണയുടെ താരം തന്നെയാണ് പറയുന്നത്. MSN പോലൊരു ട്രിയോ ആയി ഇവരും വളർന്നു കഴിഞ്ഞു എന്ന്. ഇന്നലത്തെ കളിക്ക് ശേഷമാണ് അങ്ങനെ ഒരു പ്രസ്താവന ബാഴ്സ താരത്തിൽ നിന്നും വരുന്നത്. നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുകയാണ്. റാഫീഞ്ഞയും ലെവൻഡോസ്കിയും യമാലും വളരെ ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസാണ് ഇന്നലെ നടത്തിയ നേരത്തിൽ തർക്കമില്ല. റാഫീഞ്ഞ ഒരു ഗോൾ, അത് കുബാർസിയുടെ ഗോള് അദ്ദേഹം അവസാന ഘട്ടത്തിൽ ടച്ച് ചെയ്താണ്, ശരി. ബാക്കി 2 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ടെന്ന കാര്യം കൂടി മറക്കണ്ട. 5 കീ പാസുകൾ, 2 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. റോബർട്ട് ലെവൻഡോസ്കിയുടെ വക ഇരട്ട ഗോളുകൾ. പിന്നും പ്രകടനം അദ്ദേഹം തുടരുന്നു. ലാമിൻ യമാൽ ഒരു ഗോൾ അടിക്കുന്നു, ബിഗ് ചാൻസ് ഉണ്ടാക്കുന്നു, കീ പാസുകൾ 3 കൊടുക്കുന്നു. അദ്ദേഹവും പൊളിച്ചടുക്കിയിട്ടുണ്ട് എന്നർത്ഥം. നോക്കുക, ഈ 3 പേരും ഒരുമിച്ച് ഗോൾ അടിച്ച രാത്രി ഇതിനു മുമ്പ് 2 തവണയാണ് ഉണ്ടായത്. ഇത് 3ാം തവണയാണ്. റയൽ മാഡ്രിഡിനെതിരെ ഒക്ടോബർ 26, 2024 ഇത്തരത്തിൽ 3 പേരും ഗോൾ അടിച്ചിരുന്നു. 2025 ജനുവരി 12 വീണ്ടും റയൽ മാഡ്രിഡിനെതിരെ ഇവർ 3 പേരും ഒരുമിച്ച് ഗോളടിച്ചിരുന്നു. ഒരിക്കൽ കൂടി ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെതിരെ അവരത് ആവർത്തിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. ഇനി നോക്കുക, 10 ഗോളുകൾ UEFA ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ 10-ലധികം ഗോളുകൾ നേടിയ 2 താരങ്ങളേ ഉള്ളൂ. അതൊന്ന് റാഫീഞ്ഞയാണ് 12 ഗോളുകൾ, മറ്റൊന്ന് റോബർട്ട് ലെവൻഡോസ്കിയാണ്. ഇനിയും മിനിറ്റുകൾ ബാക്കിയുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതായത് ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട് ഈ സീസണിൽ അവർക്ക്. അപ്പോൾ ഇതിൻ്റെ കണക്കൊക്കെ ഇനിയും വളരുമെന്നർത്ഥം. ഫെർമിനാണ് പറഞ്ഞത്. ഇനി ആരാണ് ആ വാക്ക് പറഞ്ഞത്? അവന് കളി അറിയുമോ എന്ന് ചോദിക്കാൻ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ആരാന്ന് കൂടി കേൾക്കുക. ഫെർമിനാണ് ഇത് പറയുന്നത്. MSN അവരുടെ സമയത്ത് വളരെ ഗ്രേറ്റ് പ്ലെയർ ആയിരുന്നു. പക്ഷേ ഈ ട്രിയോ ഉണ്ടല്ലോ, ഇപ്പോൾ ഞങ്ങൾക്കുള്ള ഈ ട്രിയോ ഉണ്ടല്ലോ, ഈ ട്രിയോയും വളരെ എക്സലൻ്റ് ആണ്. MSN പോലെ തന്നെ എക്സലൻ്റ് ആണ്. അവർക്ക് തീർച്ചയായിട്ടും MSNന്റെ പാത പിന്തുടരാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വി ഹോപ്പ് ദേ ക്യാൻ ഫോളോ ദെയർ ഫുഡ് സ്റ്റെപ്സ് എന്നാണ് ഇപ്പോൾ ഫെർമിൻ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.